അപ്പോഴേക്കും S1 ബോഗി പ്ലാറ്റ്ഫോമിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരുന്നു. ആ വേഗതയിൽ ചാടിയാൽ മുന്നോട്ടേക്ക് ഓടി നിൽക്കാൻ പ്ലാറ്റ്ഫോമില്ലാത്തത് കണ്ടപ്പോൾ ഒരു നിമിഷം അവൻ ശങ്കിച്ചു. എങ്കിലും രണ്ടും കൽപ്പിച്ച് ഡോറിൽ മുന്നോട്ട് തിരിഞ്ഞു നിന്ന് ഇടതുകാൽ പ്ലാറ്റ്ഫോമിലേക്ക് നീട്ടി സകല ദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് റാം ട്രെയിനിൽ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് ചാടിയോടി. പ്ലാറ്റ്ഫോമിൻ്റെ അവസാന ഭാഗത്തെ ഇറക്കത്തിലൂടെ ഓടി റെയിൽവേയുടെ പോസ്റ്റിൽ പിടിച്ച് അവൻ കിതച്ചുകൊണ്ട് നിന്നു. റെയിൽവേ പോലീസ് കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായും അവനെതിരെ കേസെടുക്കുമായിരുന്നു. 1 മിനിറ്റോളം എടുത്തു റാമിൻ്റെ കാലുകളിലെ തരിപ്പും നെഞ്ചിലെ പിടപ്പും ഒന്ന് മാറുവാൻ. അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വെട്രിയെ വിളിച്ചു. ഹലോ മച്ചാ, എന്താടാ ഫോണിൽ? സംശയത്തോടെ വെട്രി ചോദിച്ചു. വെട്രി, നീ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയോ? ആ അതെ ഇറങ്ങി, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുക. ഓക്കെ, എങ്കിൽ നീ ഒന്ന് പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്ക്. പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാനോ? നീ ഇതെവിടാ? വെട്രി എൽബത്തോടെ ചോദിച്ചു. അതൊക്കെ പറയാം, നീ പാട്ടിക്ക് ഫോൺ കൊടുക്ക്. വെട്രി ഏതാനും സെക്കൻഡുകൾക്കകം പാട്ടിയുടെ കയ്യിലേക്ക് ഫോൺ കൈമാറി. ഹലോ. ഫോണിലൂടെ പാട്ടിയുടെ ശബ്ദം കേട്ടു. ആ പാട്ടി, ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങി. ആനന്ദി എൻ്റെ കൂടെയുണ്ട്. ഞങ്ങളങ്ങ് എത്തിക്കോളാം. പാട്ടി ഒരു വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോകുമല്ലേ. ഇങ്ങനെ മനസ്സിൽ വിഷമം വെച്ചുകൊണ്ട് പോകണ്ട. ഞാൻ പാട്ടിയുടെ ഓമനപുത്രിയെയും കൊണ്ട് അങ്ങ് എത്തിക്കോളാം. റാം പറഞ്ഞു നിർത്തിയതും പാട്ടിയുടെ സന്തോഷത്തോടെയുള്ള ഒരു ചിരി ഫോണിലൂടെ അവൻ കേട്ടു. നിങ്ങൾ സൂക്ഷിച്ചു വാകട്ടോ. പാട്ടി അത് പറഞ്ഞതും വെട്രി അവരുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. എടാ മഹാഭാബി, നീ അവൾക്ക് വേണ്ടി ഞങ്ങളെ ഇട്ടേച്ചും പോയോടാ ദുഷ്ട. എന്തായാലും എൻ്റെ വക അവൾക്കിട്ട് 2 കുനിച്ച് നിർത്തി ഒരു ഇടി കൊടുത്തേക്ക്. എന്നിട്ട് വേണം എനിക്കിട്ടവൾ ഗുമ്മാങ്കുത്ത് കൂത്താൻ. റാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ വാ. ഇനി ഞാൻ 6.5 മണിക്കൂർ ഈ രാക്ഷസിയെ സഹിച്ച് എങ്ങനെ ഇരിക്കുമോ എന്തോ. ഫോണിലൂടെ പടക്കം പൊട്ടുന്നത് പോലുള്ള ഒരൊച്ചയും തുടർന്ന് രേഷ്മയുടെ കരച്ചിലും പാട്ടി 2 പേരെയും ചീത്ത വിളിക്കുന്നതും കേട്ടപ്പോൾ റാം ചിരിച്ചുകൊണ്ട് കോൾ കട്ടാക്കി. ആനന്ദ് ചെറിയ പുഞ്ചിരിയുമായി അവനെയും നോക്കി സൈഡ് ഭാഗം വിരലിൽ കൊടുത്തുകൊണ്ട് ട്രാക്കിൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അവളെ കണ്ടതും റാം ഗൗരവത്തിൽ തൻ്റെ മീശയും വിരിച്ച് നെഞ്ചും വിരിച്ച് മുന്നിലേക്ക് കയറി നടന്നു. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവാതെ ആനന്ദ് അവൻ്റെ പിന്നാലെ നടന്നു. അവരിരുവരും പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിട്ട് തഞ്ചാവൂർ പോകുവാനുള്ള അടുത്ത ട്രെയിനിനെ പറ്റി അന്വേഷിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞാൽ കേരളത്തിലേക്ക് പോകുന്ന കൊല്ലം എക്സ്പ്രസ് ആണ് ഇനി ആ വഴിക്കുള്ളതെന്നും അത് തഞ്ചാവൂരിന് 9 കിലോമീറ്റർ മുൻപുള്ള തിരുച്ചി സ്റ്റേഷൻ വരെ പോകുമെന്നും അവിടെ നിന്നും തഞ്ചാവൂരേക്കുള്ള ബസ് കണ്ടെത്താനും ടിക്കറ്റ് കൗണ്ടറിലിരിക്കുന്ന ആൾ ഉപദേശിച്ചു. നമുക്കിവിടുന്ന് ബസ്സിൽ പോകാം. അതാകുമ്പോൾ അവരെത്തുന്ന സമയത്ത് നമുക്കങ്ങ് എത്താം. റാം കൗണ്ടറിൽ നിന്നും ആനന്ദിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അയ്യോ, ബസ്സിൽ അത്രയും ദൂരം എന്നെക്കൊണ്ടാവില്ല. എനിക്ക് വണ്ടിച്ചുരുക്കുള്ളതാ. ആനന്ദ് ഛർദ്ദിക്കുന്ന തരത്തിൽ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു. തിരുച്ചിയിലേക്ക് അവൻ 2 ടിക്കറ്റും എടുത്ത് ആനന്ദിയുടെ അടുത്തെത്തി. അവൾ അവനെ ശ്രദ്ധിക്കാത്ത മട്ടിൽ ചുറ്റുപാട് നിരീക്ഷിക്കുന്ന തരത്തിൽ കണ്ണോടിച്ചു. ചുറ്റും നോക്കണ്ട, 240 രൂപ കാശിട്. അവൻ കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ബാഗ് തുറന്നിട്ട് കൃത്യം 240 രൂപ എണ്ണി അവൻ്റെ കൈവള്ളിയിലേക്ക് വെച്ചു കൊടുത്തു. ഇന്ന് ഞാൻ പൊളിക്കും. എന്തോ വലിയ കാര്യം നേടിയെടുത്തതുപോലെ അവൻ ചിരിച്ചു. 4:45 പ്ലാറ്റ്ഫോം നമ്പർ 2 കൊല്ലം എക്സ്പ്രസ് നിൽക്കുന്നു എന്ന അനൗൺസ്മെൻറ്റ് മുഴുകിക്കേട്ടതും റാം അങ്ങോട്ടേക്ക് നടന്നു. ആനന്ദിയും അവൻ്റെ വാലുപോലെ പിന്നാലെ നടന്നു. ഇടയ്ക്കിടെ അവൻ തിരിഞ്ഞു നോക്കി അവളെ മീശി വിരിച്ചു കാട്ടി. ഇതെന്തു കൂത്തെന്ന രീതിയിൽ അവളും അവനെ ഓരോ തവണയും നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിക്കി അവരിരുവരും നുഴഞ്ഞു കയറും പോലെ കയറി. 5 മണി സമയമായതിനാൽ സ്കൂളുകളും കോളേജുകളും ഓഫീസുകളും കഴിഞ്ഞ് വരുന്നവരൊക്കെയും ട്രെയിനിൽ തള്ളിക്കയറി സീറ്റ് പിടിച്ചിരുന്നു. ആനന്ദി ബർത്തിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഏതോ ഒരു ഹിന്ദിക്കാരൻ പയ്യനുമായി വഴക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ ഒപ്പം കയറിയിരുന്നു. മുകളിലേക്ക് കയറി. താഴെ ആൾക്കൂട്ടത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി നിൽക്കുന്ന റാമിനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു. മുകളിലോട്ടോ? അല്ല, താഴോട്ട്. ഇരിക്കണം, കയറി വാ. റാം പെട്ടെന്ന് ഷൂസ് ഊരി സീറ്റിന് താഴേക്കിട്ട് ആനന്ദിക്കൊപ്പം മുകളിലേക്ക് കയറിയിരുന്നു. അവൾ അവനെ കൂടി വിളിച്ചു കയറ്റിയത് കണ്ടിട്ട് ഹിന്ദിക്കാരൻ പയ്യൻ നീരസത്തോടെ അവളെ നോക്കി. എന്താടാ നോക്കുന്നത്? ഒരുമിച്ച് യാത്ര ചെയ്യുവാണെന്ന് കരുതി ഇനി നിൻ്റെ കപ്പടമീശയും പിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ആൾ കളിക്കാൻ വന്നാൽ പല്ലടിച്ച് ഞാൻ താഴെയിടും, കേട്ടല്ലോ. ഹിന്ദിക്കാരൻ പയ്യന് അവൾ പറഞ്ഞൊന്നും മനസ്സിലാവാതെ കണ്ണും മിഴിച്ച് നോക്കിയിരുന്നു. റാം അതൊന്നും കേൾക്കാത്ത മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തൻ്റെ പിരിച്ചു വെച്ച മീശ പതിയെ താഴ്ത്തി വെച്ചു. എഗ്മോർ സ്റ്റേഷനിൽ നിന്ന് ഹോൺ മുഴക്കിക്കൊണ്ട് കൊല്ലം എക്സ്പ്രസ് മുന്നോട്ട് തുടങ്ങി. കൊല്ലം എക്സ്പ്രസ് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ സമയം രാത്രി 10:30 കഴിഞ്ഞിരുന്നു. അതിനിടയിൽ പലതവണ പാട്ടി ആനന്ദിയും റാമിനെയും മാറി മാറി വിളിച്ചു. ആനന്ദിക്ക് അല്ലി ഗ്രാമത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി ഓർമ്മയുള്ളത് പാട്ടിക്ക് ആശ്വാസമായി. തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പാട്ടിയുടെ നാട്ടിലേക്ക് 2 മണിക്കൂറോളം സമയം ബസ് യാത്രയുണ്ടായിരുന്നു. ട്രെയിൻ കൃത്യസമയം പാലിച്ചതിനാൽ 11 മണിക്ക് അല്ലി ഗ്രാമത്തിലേക്ക് പോകുന്ന ലാസ്റ്റ് ബസ് പിടിക്കാൻ പാട്ടിക്കും കൂട്ടർക്കും സാധിച്ചു. ആനന്ദിക്കും റാമിനും വേണ്ടി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കാമെന്ന് പാട്ടി പറഞ്ഞെങ്കിലും അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നന്നായി അറിയുന്നതിനാൽ റാമും ആനന്ദിയും അവരെ വീട്ടിൽ പോയി വിശ്രമിക്കുവാൻ നിർബന്ധിച്ചു. തിരുച്ചിയിൽ നിന്നും രാത്രി 10:50 അന്ത്യോദയ എന്നൊരു ട്രെയിനുണ്ടെന്ന്
വെട്ടർ റെയിൽവേ സ്റ്റേഷനിൽ അന്വേഷിച്ചു പറഞ്ഞു. പക്ഷേ അത് തഞ്ചാവൂരിലേക്ക് എത്തുമ്പോൾ അർദ്ധരാത്രി 12 മണിയെങ്കിലും കഴിയും. ബസ്സിന് വരാനാണെങ്കിൽ ഇനി രാവിലെ 7 മണിക്കുള്ള ആദ്യ ബസ് പിടിക്കുകയേ മാർഗമുള്ളൂ. എങ്ങനെയായാലും അല്ലിഗ്രാമത്തിലേക്ക് ആനന്ദിയെയും കൊണ്ട് സുരക്ഷിതമായി എത്തിക്കൊള്ളാമെന്ന് പാട്ടിക്ക് വാക്കുകൊടുത്ത ശേഷം റാം കോൾ കട്ടാക്കി. റാമും ആനന്ദിയും റെയിൽവേ സ്റ്റേഷന് മുന്നിലുള്ള കടയിലേക്ക് ഭക്ഷണം കഴിക്കാൻ കയറി. ആനന്ദി വെറും ഒരു കൽദോശ മാത്രം കഴിച്ചപ്പോൾ റാം 4 പൊറോട്ടയും 2 ചിക്കൻ കാൽ പൊരിച്ചതും ഒരു ഡബിൾ ഓംലറ്റും കഴിച്ചു. കൈ കഴുകി ചുണ്ട് തുടച്ച ശേഷം ആനന്ദി അവൻ 32 പല്ലുകളും കാട്ടി ഇളിച്ചു കാട്ടി. അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് ആനന്ദി കടയിലെ ബില്ല് കൊടുത്തു. രാത്രി കൃത്യം 10:50 തന്നെ അന്ത്യോദയ എക്സ്പ്രസ് വന്നെത്തി. കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ ഭൂരിഭാഗം ആളുകളും ഉറക്കമായിരുന്നു. ഒഴിവുള്ള സീറ്റുകളിലെല്ലാം സാധുക്കളായ സ്ത്രീകൾ ഉൾപ്പെടെ അവശരായ വൃദ്ധരും മറ്റും നീണ്ടു നിവർന്ന് കിടന്നുറങ്ങുന്നു. ആനന്ദി അവരിൽ ആരെങ്കിലും വഴക്കിട്ട് എഴുന്നേൽപ്പിക്കുമെന്ന ആശങ്ക റാമിനുണ്ടായി. പക്ഷേ അവൾ ട്രെയിനിൻ്റെ അകം മൊത്തമായി ഒന്ന് കണ്ണോടിച്ച് നോക്കിയ ശേഷം ഡോറിൽ തന്നെ നിന്നു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടതും ഡോറിൻ്റെ വശങ്ങളിലെ കൈപിടിക്കുന്ന കമ്പിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചവിട്ടുപടിയിലായി അവളിരുന്നു. അവൾക്കൊപ്പം ആ പടിയിൽ ഇരിക്കുവാനുള്ള സ്ഥലമുണ്ടായിരുന്നുവെങ്കിലും അവൻ നിന്നിടത്ത് തന്നെ അവളെ നോക്കി നിന്നു. കാറ്റിൽ അവളുടെ മുടിയിഴകൾ പാറിപ്പറന്നു. അതിടയ്ക്കിടെ പിടിച്ച് പിന്നിലേക്കിട്ടുകൊണ്ട് അവൾ മുഖത്ത് തട്ടുന്ന കാറ്റിനെ ചിരിച്ചു കാട്ടും പോലെ പുറത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നു. ട്രെയിൻ അപ്പോൾ ഏതോ കുഗ്രാമത്തിലൂടെയോ മറ്റോ പോകുകയായിരുന്നു. കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു. റാം തെറുത്തു വെച്ച് നിന്ന ഷർട്ടിൻ്റെ കൈകൾ താഴേക്ക് ഇടിച്ചിട്ടതിന് ശേഷം ബട്ടൺസ് ഇട്ടു. ആനന്ദി അപ്പോഴും ഡോറിലിരുന്നു കൊണ്ട് കാറ്റിനോട് സല്ലപിക്കുന്നുണ്ടായിരുന്നു. പകലായിരുന്നാൽ കാഴ്ചകൾ നല്ലതുപോലെ കാണാമായിരുന്നു അല്ലേ? റാം ഡോറിനരികിലേക്ക് അല്പം കൂടി നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. ആനന്ദി മുകളിലേക്ക് നോക്കി ഒന്ന് മൂളി. ദേഷ്യത്തിലാണോ? അവൻ സംശയഭാവത്തിൽ ചോദിച്ചു. എന്തിന്? ഞാൻ അത്രയും ഫുഡ് കഴിച്ചതിൽ? ഏയ് പിന്നെന്താ വലിയ മൈൻഡില്ലാത്തത്? വാ ഇവിടെ വന്നിരിക്ക്, ആനന്ദി അല്പം കൂടി ഒതുങ്ങിയിരുന്നു കൊണ്ട് പറഞ്ഞു. അവളത് പറയാൻ കാത്തു നിന്നതുപോലെ റാം അവൾക്കൊപ്പം വാതിൽപ്പടിയിലേക്ക് ഇരുന്നു. ചിക്കൻ ലെഗ് എങ്ങനെയുണ്ടായിരുന്നു? അവൻ അരികിലേക്ക് ഇരുന്നതും അവൾ ചോദിച്ചു. സൂപ്പറായിരുന്നു. എന്നിട്ട് ഇത്തിരി എനിക്ക് തന്നോ? അങ്ങനെ നിനക്ക് തരാനും മാത്രം സൂപ്പറൊന്നുമല്ലായിരുന്നു. ആഹാ, ഞാനോർത്തത് ഇയാൾ എന്നോടുള്ള വൈരാഗ്യത്തിൽ ആ കട മൊത്തം വാങ്ങിക്കഴിക്കുമെന്ന. ആനന്ദി അത് പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അതിന് എനിക്ക് തന്നോട് വൈരാഗ്യമൊന്നുമില്ലല്ലോ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എങ്കിൽ കുഴപ്പമില്ല. അവൾ വീണ്ടും പുറത്തേക്ക് നോക്കിയിരുന്നു. എന്തായാലും ഇന്ന് എനിക്കൊരു തല്ല് മിസ്സായി. 1 മിനിറ്റത്തെ ഇടവേളയ്ക്ക് ശേഷം റാം സന്തോഷത്തിൽ പറഞ്ഞു. തല്ലോ? ആരുടെ കയ്യിൽ നിന്ന്? അല്ല, ഇടയ്ക്കെപ്പോഴും ഞാൻ നൈസായിട്ട് ഒരാളുടെ തന്തയ്ക്ക് വിളിച്ചിരുന്നു. ഫോണിൽ കൂടി എൻ്റെ അപ്പയ്ക്ക് വിളിച്ചതല്ലേ? ഞാൻ കേട്ടിരുന്നു. പിന്നെ ആരുമില്ലാത്ത ഒരവസരം ഒത്തുവരട്ടെ എന്നോർത്തിട്ടാ അതിനെപ്പറ്റി ഒന്നും മിണ്ടാഞ്ഞ്. അയ്യയ്യോ, എന്നാൽ ശരി. റാം ഡോറിൽ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങി. ഇരിക്കടോ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. അവൻ തിരികെ ഇരിക്കുവാനായി ആനന്ദി അവൻ്റെ ജീൻസിൽ പിടിച്ചു വലിച്ചു. ബെൽറ്റ് ഇടാൻ മറന്നതിനാൽ അത് പെട്ടെന്ന് താഴേക്ക് ഇടിഞ്ഞു പോന്നു. പ്ലേ ബോയ് എന്ന ബ്രാൻഡിലുള്ള ഇന്നറിൻ്റെ ബാൻഡ് വെളിയിൽ പ്രത്യക്ഷമായി. അയ്യോ സോറി, ആനന്ദി ഒരു കൈയാൽ കണ്ണു പൊത്തിക്കൊണ്ട് പറഞ്ഞു. റാം ചമ്മിയതുപോലെ തിരികെ താഴേക്കിരുന്നു. എന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ പാൻ്റെ മുകളിലേക്ക് വലിച്ചു കയറ്റി. അവൻ അവളെയോ അവൾ അവനെയോ കുറച്ച് സമയത്തേക്ക് നോക്കിയില്ല. പക്ഷേ ആനന്ദി തിരിഞ്ഞിരുന്ന് പൊത്തിപ്പിടിച്ച് ചിരിക്കുകയായിരുന്നു. അവൾ ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കി റാം അവളെ തന്നെ നോക്കിയിരുന്നു. എൻ്റെ പാൻറ് വലിച്ചൂരി എന്നെ അവമാനിച്ചതും പോരാഞ്ഞിട്ട് കുത്തിയിരുന്ന് ചിരിക്കുന്നോ? അതല്ല, പ്ലേ ബോയുടെ മുഖമോർത്ത് ചിരിച്ചത്. റാം ചമ്മിയ രീതിയിൽ മുഖം തിരിച്ചു പിടിച്ചു. രാത്രി 1 മണിയോടെ അന്ത്യോദയ എക്സ്പ്രസ് തഞ്ചാവൂർ സ്റ്റേഷനിലേക്ക് എത്തി. മഴയ്ക്ക് മുൻപെന്ന പോലെ തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു.